പക്ഷേ ഇനിയും നമുക്ക് അറിയാൻ പറ്റും കറക്റ്റ് വളരാണ് എങ്ങനെയൊക്കെയാണ്. വെരി ഹാപ്പി. നീതി കിട്ടേണ്ട വിഷയത്തിൽ പുരുഷന് നീതി കിട്ടണം അല്ലേ? നീതി കിട്ടേണ്ടത് പുരുഷനായാലും സ്ത്രീയാണെങ്കിലും നീതി കിട്ടണം. ഞാനിങ്ങനെ ജെൻഡർ ഡിഫറൻസസ് ഇല്ല. നല്ല അഭിനയമായിരുന്നു. താങ്ക് യു സോ മച്ച്. മൂന്നാമത് ഒരാൾ വരാൻ പാടില്ല. അതെ, അതൊരു കുടുംബ ബന്ധത്തിൽ അങ്ങനെ ഒരാളുടെ മൂന്നാമതൊരാളുടെ ഡിസിഷൻ്റെ ആവശ്യം ഇല്ല. അഡ്വൈസ് എടുക്കാം, പക്ഷേ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ബിറ്റ്വീൻ ആ രണ്ട് പാർട്ട്നേഴ്സ്. താങ്ക് യു സോ മച്ച്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യനീതിയാണോ ഇപ്പോൾ നിയമപരമായിട്ട് കിട്ടുന്നതെന്നുള്ളൊരു ചോദ്യം തോന്നിയെന്ന് പറയുന്നുണ്ട്. ആ ഒരു പക്ഷക്കാരൻ തന്നെയാണോ? അല്ല, നമുക്ക് എല്ലാവർക്കും ആ ഒരു ചോദ്യമില്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും ഇല്ലേ ആ ചോദ്യം? ആ ചോദ്യം തന്നെയാണ് ഈ സിനിമ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി എന്ന് ഒതുക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് സ്ത്രീയും പുരുഷനും ഒരേപോലെയാണ്. നമ്മൾ ഒരുമിച്ച് ഭൂമിയിൽ ജനിക്കുന്ന രണ്ട് ജെൻഡറായി പോയെന്നേ ഉള്ളൂ. പെണ്ണും ആണെന്ന് പറയുന്നത് പോലെ എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത്. അവർക്ക് എല്ലാ വികാരങ്ങളും ഉണ്ട്. അതിൽ സ്ത്രീകൾക്ക് മാത്രവും പുരുഷന്മാർക്ക് മാത്രമായിട്ട് ഒന്നും പ്രത്യേകതയില്ല. അപ്പോൾ രണ്ടുപേർക്കും ഒരേപോലത്തെ ഈക്വൽ ഇമ്പോർട്ടൻസ് വേണം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. പ്രതീക്ഷിച്ച ലെവലിലേക്കൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുള്ള കാറ്റഗറികളിലുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഇത് എല്ലാതരം കാറ്റഗറി, അതായത് ഒരു കുടുംബത്തെ ആകർഷിക്കുന്ന ഒരു വിഷയമാണ്. സോ എല്ലാവരും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. ഫാമിലി ഓഡിയൻസും യൂത്തിനും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. തിയേറ്ററിൽ ഇനിയിപ്പോൾ എന്തായാലും ഒരു പുതിയ തരംഗം വരികയാണ്. ഇപ്പോൾ നമ്മളെ മാറിക്കൊണ്ടിരിക്കണമല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതല്ലേ, നല്ല സിനിമയല്ലേ? സാറിനോട് ചോദിക്കുക. അല്ല, ഇതുപോലത്തെ ലേഡീസ് അല്ലേ നമുക്ക് ആവശ്യം? അല്ല, എന്തോ ഞാനെന്താ പറയേണ്ടത്? നിങ്ങൾ പറഞ്ഞു. അല്ല, നിങ്ങളല്ലേ സിനിമ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇത് സിനിമ നല്ലതാണെന്ന് ഞാനല്ലേ പറയണ്ടേ, കാണുന്ന പ്രേക്ഷകരാണ് പറയേണ്ടത്. സിനിമ എങ്ങനെയുണ്ട്, അവർക്കിത് ഇഷ്ടപ്പെട്ടു, അവർക്കാണ് ഇഷ്ടപ്പെടേണ്ടത്. നിങ്ങൾക്കല്ല ഇഷ്ടപ്പെടണം. നമ്മൾ ബേസിക്കലി നിർമ്മാതാവാണ്. നമ്മളൊരു നല്ല സബ്ജക്റ്റ് നിങ്ങൾക്ക് തരുന്നു, അല്ലെ നല്ല സിനിമ നമുക്കെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്കത് എങ്ങനെ എൻജോയ് ചെയ്യാൻ കൊള്ളുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും നമ്മളതിനകത്ത് ഹാപ്പിയാണ്. പിന്നെ നമ്മളതിനകത്ത് കൊടുത്ത മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കും ഇവിടെ നീതി കിട്ടണം, നീതി വേണം, ഈക്വാലിറ്റി. അല്ലാതെ എന്ത് വന്നാലും ആണുങ്ങളുടെ ഇടയ്ക്ക് മേക്കറി അല്ല വേണ്ടേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് ബാക്കിയുള്ള കാര്യം നിങ്ങൾ ചെയ്യും. അതെങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ, പ്രതീക്ഷിച്ച പോലൊക്കെ സ്ക്രീനിൽ കണ്ടപ്പോൾ തോന്നി? ഒരു ഷൈനസ് തോന്നിയായിരുന്നു സ്ക്രീനിൽ. എന്നെ തന്നെ എനിക്ക് കണ്ടപ്പോൾ ഷൈനസ് തോന്നിയായിരുന്നു. അതിൻ്റെ കൂടെ നന്ദി ചേച്ചിയുടെ ആക്ടിങ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കഥ ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട്. ാണ് പറഞ്ഞത്. എന്തായാലും മച്ചാന്റെ മാലാഖ ഒരു നല്ലൊരു ഫാമിലി മൂവിയാണ്. അപ്പോൾ ഫാമിലിയായിട്ട് എല്ലാവരും വന്ന് കാണാം. ആർക്കാണോ നീതി കിട്ടുന്നത് നമുക്കൊരു കാര്യം കേൾക്കുമ്പോൾ മനസ്സിലാവും ആരുടെ ഭാഗത്ത് ശരി. അപ്പോൾ അവർക്ക് നീതി കിട്ടാം. ഞാനെപ്പോഴും എന്താണോ കറക്റ്റ് പ്രൂവായിട്ടുള്ള എന്താണോ അതിൻ്റെ കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും സിനിമ വിജയിക്കട്ടെ. ആ ശരി. ഫ്ലോട്ട് പറയുന്നത് ഇഷ്ടപ്പെട്ടു. അത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണെന്ന് എങ്ങനെയുണ്ട് പ്രേക്ഷകർക്കൊപ്പം സിനിമ കണ്ടിട്ട്? അല്ല, എനിക്ക് ഒരു ഐഡിയ ഇല്ല സത്യത്തിൽ. ഞാനിപ്പോൾ ജസ്റ്റ് ഇറങ്ങി വന്നോളൂ. നിങ്ങൾ കണ്ടില്ലേ? സിനിമ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അത് കേൾക്കാനാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കറിയില്ല എന്താണ് പ്രേക്ഷകർ പറയുന്നത്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റ് എനിക്കെപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ പാളിച്ചകൾ ഏത് സിനിമ എടുത്താലും ലാഗ് ഉണ്ടാവും. അല്ലെങ്കിൽ ആ സീൻ വേണ്ടായിരുന്നു, ഈ സീൻ വേണ്ടായിരുന്നു, അവിടെ ചെറിയ പ്രശ്നമുണ്ട്, ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ എല്ലാ സിനിമയ്ക്കും നമുക്ക് വേണമെങ്കിൽ കീറി മുറിച്ച് പറയാൻ പറ്റും. അത് വിട്ടിട്ട് അതിൻ്റെ നല്ല വശങ്ങളല്ലേ നല്ലൊരു സാധനമായിരുന്നു എന്ന് പറയുന്നവരോടാണ് എനിക്ക് താല്പര്യം. അല്ലാണ്ട് അതിനെ കീറി മുറിച്ച് വെട്ടി കീറി കുഴിച്ചു മൂടി അതിനെ ഇല്ലാണ്ടാക്കുന്നവരോട് എനിക്ക് താല്പര്യമില്ല. നമ്മളെല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക, പോസിറ്റീവ് സംസാരിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നല്ലായിരുന്നു. ഇതിന്റെ പ്രമേയത്തിനാണ് ആൾക്കാർ കൂടുതൽ കയ്യടി പറഞ്ഞത്. അപ്പോൾ പ്രമേയം കൈയടിക്കുന്നുണ്ടായിരുന്നു. അത് എനിക്കറിയില്ല ആരൊക്കെ കൈയടിച്ചത്. നിങ്ങളാണോ കൈയടിച്ചത്? അതെന്ന് എനിക്കറിയില്ല. സോ നമുക്ക് നോക്കാം. ഇപ്പം ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് റിവ്യൂ വരും. അതിലെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഒരു മേധാവിത്വം അല്ലെങ്കിൽ പുരുഷന്മാർക്ക് നീതി ലഭിക്കണ്ടേ എന്നുള്ളൊരു
ക്വസ്റ്റ്യൻ അവിടെ വളരെ റെലവൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ പണ്ട് തൊട്ടേ നമുക്കറിയാം. നിയമം എപ്പോഴും സ്ത്രീകളുടെ സൈഡാണ്. സ്ത്രീകൾ അബലകളാണ്, അതുകൊണ്ടാണ് സ്ത്രീകളുടെ സൈഡിൽ നിയമം നിൽക്കുന്നത്. പക്ഷെ പുരുഷന്മാർക്കും അവർ മനുഷ്യരാണ്, അവർ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സൈഡ് കുറച്ചും കൂടി നിയമം അവരുടെയൊക്കെ സൈഡ് നിൽക്കണ്ടേ, നീതി ലഭിക്കണ്ടേ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സിനിമ. അതുകൊണ്ടും അംഗീകരിക്കാൻ പറ്റിയ മൂവിയാണ് അത്. എന്തായാലും ഇങ്ങനെയുള്ള മൂവീസൊക്കെ ഇനിയും മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ആക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ സൗന്ദര്യക്കാണെങ്കിലും നല്ല ആക്ടിംഗ് ആണ്. പ്രത്യേകതരം ഒരു ആക്ടിംഗ് ആണ് പുള്ളിയുടെ ഒക്കെ കണ്ടത്. ഇതിനു മുമ്പ് ഇത്രയും അടിപൊളിയായിട്ട് അഭിനയിച്ച രീതിയിൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ആ ആക്ടിങ്ങിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. എന്തായാലും നല്ലൊരു ഇതാണ്, നല്ല മൂവിയാണ്, മസ്റ്റ് വാച്ച് ഫാമിലി മൂവിയാണ്. എന്തായാലും പ്രേക്ഷകർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മൂവിനെ. എന്തായാലും പൈസക്ക് മുതലായ ഒരു മൂവി തന്നെയാണ്. സ്റ്റോറിയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? സ്റ്റോറിയൊക്കെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സാധാരണ സ്റ്റോറിയാണ്, ഒരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. വളരെ മാറ്റമുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന സ്ഥലമാണ്, നമുക്കൊക്കെ അറിയാവുന്ന ജീവിതമാണ്. അത് കാരണം എല്ലാവരും കണ്ട് രസിക്കുക.